വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്ന് കാണാം. ആദ്യം നമുക്ക് കുറച്ച് കാശ്മീരി മുളക് എടുക്കാം. അതിനായിട്ട് ഞാൻ ഏതാണ്ട് ഒരു 10ഓളം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അല്പം വിനാഗിരിയും ചൂടുവെള്ളത്തിലും ഇട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇപ്പം ചൂടുവെള്ളമാണ്. പിന്നെ ഇതിൻ്റെ ലെവക്ക് വെള്ളം ഒഴിക്കാം. അല്പം വിനീഗർ കൂടി ഒഴിക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് കുതിരാനായി വെക്കാം. അടുത്തത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായി വൃത്തിയാക്കിയത്, ഒരു 2 പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു 2 തക്കാളി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചിക്കനിലോട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ഒരു 2-3 പീസാക്കി ഇടാം. പച്ചമുളക് ഇടാം. 4 പച്ചമുളക്. ചെറിയ ഉള്ളി ഇടാം. ഒരു പിടിയോളം മല്ലിയില ഇടാം. ഇതെല്ലാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ലാസ്റ്റ് നമ്മൾ മുളക് കുതിരാൻ വെച്ചിരുന്ന മുളക് ഇടാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇതിലോട്ട് ഇടാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇടാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. മുളക് പൊടിയൊന്നും നമുക്ക് വേണ്ട, കാരണം നമ്മൾ കാശ്മീരി മുളകും പച്ചമുളകും എല്ലാം അതിൽ നേരത്തെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല അരപ്പൊക്കെ ഒത്തിരി ഉണ്ട്. അത് അരപ്പ് കൂടുതലുള്ളത് കുഴപ്പമില്ല. നമുക്ക് ഇനിയും ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടിയുണ്ട്. ഇത് പിന്നെ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ഫുള്ള് ഗ്രേവി ഇതിൻ്റെ അകത്തോട്ടിട്ട് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയുടെ ഇട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അടുപ്പിലോട്ട് അടച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ 2 വിസിൽ കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കി. ഒരു അല്പം വെള്ളത്തിന്റെ ഒരു ചെറിയ ഇതുണ്ട്, അത് ചെറുതായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കൻ ഓരോ പീസായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലോട്ട് ഇടാം. ഓരോ പീസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിയായിട്ടുണ്ട്. ഇനി മറ്റേ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടു വശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഈ എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് ബാക്കി മാറ്റി വെച്ചിരുന്ന നമ്മളെ ഗ്രേവി ഇതിലോട്ട് ഒഴിക്കാം.
ഈ ഗ്രേവി ഇതിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വാങ്ങി വയ്ക്കാം. നല്ല ഗ്രേവി നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാം. ഒന്നുകൂടി ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കലക്കൻ മണമൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ചിക്കൻ്റെ ഗ്രേവി അല്ല ഇത് ഒരു വെറൈറ്റി ഗ്രേവിയാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഞാനിതിന് ബെറോട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കഴിക്കാനായിട്ട് ഞാൻ ബെറോട്ടയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ മോനാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. അവൻ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ചിക്കൻ എടുത്ത് മോനെ, ചിക്കൻ എടുത്ത് ക്യാരറ്റും കൂടെ എടുത്ത് ഒരു പീസ് ക്യാരറ്റും എടുത്ത് അതാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.